അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിൽ യാത്രക്കാരുമായി പുറപ്പെട്ട ഒരു KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. ടെൻഷൻ വേണ്ട, വലിയ അപകടമൊന്നും ഉണ്ടായില്ല. ദേശീയപാത വളഞ്ഞ വഴി SN കവല ജംഗ്ഷനിൽ വെച്ചാണ് ബസിന്റെ ടയർ ഊരിത്തെറിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ബസ് ഡിവൈഡിൽ ഇടിച്ചു കയറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആർക്കും പരിക്കില്ല. ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, വലിയ വേഗത എടുക്കുന്നതിന് മുൻപാണ് ഈ ടയർ ഊരിത്തെറിച്ചത്. മാത്രമല്ല, തൊട്ടടുത്തുള്ള ഡിവൈഡറിൽ തട്ടി നിന്നുകൊണ്ട് താഴേക്ക് വീണിട്ടുമില്ല. മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എതിർദിശയിൽ വന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടേനെ. എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ ടയർ ഊരിത്തെറിക്കാനുള്ള കാരണം? നട്ടുമുൾട്ടൊന്നും കൃത്യമായിട്ട് പിടിപ്പിച്ചിട്ടില്ലേ ശരത്തെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ SN കവല ജംഗ്ഷന് സമീപത്താണ് ഇത്തരത്തിൽ ബസ് ഓടിക്കൊണ്ടിരിക്കെ, യാത്രക്കാരുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഇത്തരത്തിൽ അതിന്റെ മുൻവശത്തെ ടയർ ഊരിപ്പോയത്. അതിന്റെ പ്ലേറ്റ് പൊട്ടിയതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ബസിന്റെ ടയർ ഇത്തരത്തിൽ ഊരിത്തെറിച്ചതിന് പിന്നാലെ ബസ് മുന്നോട്ട് പോവുകയും തൊട്ടടുത്ത് ഡിവൈഡർ ഉള്ളത് കൊണ്ട് തന്നെ ഡിവൈഡറിൽ ചെന്ന് ഇടിച്ച് അവിടെ നിൽക്കുകയുമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടമാണ്. പ്രത്യേകിച്ച് ബസ്സിൽ തന്നെ നിരവധി യാത്രക്കാരുണ്ട്. മാത്രമല്ല, ദേശീയപാതയാണ്. നിരവധി വാഹനങ്ങൾ ബസിന്റെ പുറകിലും എതിർവശത്തുമായി ഒക്കെ തന്നെ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ വലിയൊരു അപകടമായിരുന്നു ഉണ്ടാകേണ്ടത്. പക്ഷേ കൃത്യസമയത്ത് ബസ് ഡിവൈഡറിൽ ചെന്ന് ഇടിച്ചതോടുകൂടി തന്നെ ഈ അപകടം ഒഴിവായി എന്നുള്ളതാണ്. പിറവത്തിൽ നിന്ന് ഇത്തരത്തിൽ കൊല്ലത്തേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ് അപകടത്തിൽ അവിടെ ഇടിച്ചതുകൊണ്ട് തന്നെ ഈ ആർക്കും പരിക്കുമില്ല. നിലവിൽ അമിത വേഗതയിലായിരുന്നില്ല ബസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർക്കൊന്നും തന്നെ വലിയ പരിക്കോ മറ്റു പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ഗതാഗത കുരുക്ക് പിന്നീട് ഉണ്ടായിരുന്നു. പിന്നീട് അത് പരിഹരിക്കുകയും യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി അയക്കുകയുമാണ് ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. ടെൻഷനൊന്നുമില്ല. തൽക്കാലം ഡിവൈഡറിൽ ഇടിച്ചു നിന്നുകൊണ്ട് വലിയ അപകടം ഒഴിവായി.